നമ്മളൊക്കെ വസ്ത്രം അലക്കുന്നവരാണ്. എല്ലാ മതവിഭാഗക്കാരും, മതമില്ല എന്ന് പറയുന്നവനും വസ്ത്രം അലക്കും. എന്നാൽ വസിയാബക ഫതഹിർ, നിന്റെ ഡ്രസ്സ് നീ വൃത്തിയാക്കണമെന്ന ഖുർആനിലെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ എന്നുള്ള പ്രവാചകൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലുമാണ് നാം അലക്കുന്നതും ഇസ്തിരിയിടുന്നതും നല്ല ഡ്രസ്സ് ധരിക്കുന്നതുമെങ്കിലോ അതിന് കൂലി കിട്ടും. ഇപ്രകാരം പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ആരാധനയുടെ പ്രവൃത്തികളെ വേർതിരിക്കുന്ന പ്രക്രിയക്ക് നാം നിയ്യത്ത് എന്ന് പറയുന്നു. അത് നിയ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത്തരം നിയ്യത്തിലൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളെയും ഇബാദത്താക്കി മാറ്റാൻ പറ്റും. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളെയും ഇബാദത്തായി മാറ്റുവാൻ സാധിക്കുന്നതാകുന്നു. അതുകൊണ്ടാണ് സ്വഹാബികൾ പറയാറുള്ളത്, ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ഞങ്ങൾ കൂലി പ്രതീക്ഷിക്കാറുണ്ട്. ഉറക്കം കൂലി കിട്ടുന്നൊരു കാര്യമായി മാറും. എങ്ങനെയാണത്? എല്ലാവരും ഉറങ്ങുന്നുണ്ട്, പക്ഷെ ഒരു മുസ്ലിം ഉറങ്ങുമ്പോൾ എന്താണ് വിചാരിക്കേണ്ടത്? പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, എന്ത്? ഒരല്പമെങ്കിലും രാത്രി ഉറങ്ങണം. ഉറങ്ങിയാൽ ശരീരത്തിന് വിശ്രമം കിട്ടും. വിശ്രമം കിട്ടിയാൽ കൂടുതൽ ഉന്മേഷത്തോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഉന്മേഷത്തോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയും തൻ്റെ ശരീരത്തോടുള്ള ബാധ്യത നിർവഹിക്കുക എന്ന നിലക്കും ഞാൻ ഉറങ്ങുകയാണ് എന്നൊരാൾ മനസ്സിൽ കരുതിയാൽ ഉറക്കിന് പോലും കൂലിയുണ്ട്. അങ്ങനെ ജീവിതത്തിലെ സകല പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ചെയ്താൽ നമ്മുടെ ആദത്തുകളെപ്പോലും നമുക്ക് ഇബാദത്താക്കാൻ സാധിക്കും.